ബൃന്ദയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ആ കില്ലറെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ആരാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല. കൂടാതെ അബ്ദു കൊല്ലപ്പെട്ടെടുത്തു നിന്ന് പോലീസിന് ആനന്ദ് എന്ന പേരിൽ ഒരു ATM സ്ലിപ്പ് കിട്ടുന്നു. അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആനന്ദിന്റെ ആ NGO ആണ് കാണിക്കുന്നത്. അവിടെ കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ഒഫീഷ്യൽസ് ആനന്ദിനെ വിസിറ്റ് ചെയ്യുകയാണ്. അയാൾ അവിടെമെല്ലാം അവരെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അവിടെ ഒരു ആയുർവേദിക് മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്. അവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് ഇത് പഠിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്കതിന്റെ ബിസിനസ്സും ഉണ്ട്. ഇതെല്ലാം കണ്ട് ആ ഒഫീഷ്യൽസ് ഇംപ്രസ് ആവുന്നുണ്ട്. അതിനുവേണ്ടി ഫണ്ട് റൈസ് ചെയ്യുകയാണ് ആനന്ദിന്റെ ഉദ്ദേശം. ഈ സമയം ബൃന്ദയും സാരഥിയും അവിടെ ആനന്ദിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഒരാൾ വന്ന് പറയുന്നു. അവർക്ക് ഇതൊക്കെ ചുറ്റിത്തണത് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ആനന്ദിന്റെ അച്ഛനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം തളർന്നു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് കമലാനന്ദൻ ആണെന്നും അദ്ദേഹം സീനിയർ ലോയർ ആയിരുന്നുവെന്നും ആനന്ദ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആനന്ദിന് അച്ഛനെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്തായാലും ആനന്ദിന്റെ ഉദ്ദേശം നടക്കുന്നുണ്ട്. ആ ഫൗണ്ടേഷന് വേണ്ടിയുള്ള ഫണ്ട് റൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒഫീഷ്യൽസ് അവിടെ നിന്ന് പോകുന്നു. ആനന്ദ് ബൃന്ദയും സാരഥിയും വന്ന് കാണുന്നു. അവർ ആ കേസിന്റെ വിവരം ആനന്ദിനോട് പറയുന്നു. പക്ഷെ ആനന്ദ് എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അവരുടെ ഓഫീസിലേക്ക് അവരുടെ കൂടെ പോവുകയാണ്. ആനന്ദിനെ ചോദ്യം ചെയ്യുകയാണ്. ആനന്ദിന് അച്ഛന് മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുന്നു. നവനിർമ്മാണ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ് അവന്റെ ഫാമിലി. അവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. അവിടെ ഒരുപാട് അന്തേവാസികളുമുണ്ട്. ജൂൺ 13-ാം തീയതി താങ്കൾ എവിടെയായിരുന്നുവെന്ന് സാരഥി ആനന്ദിനോട് ചോദിക്കുന്നു. ആ ATM റെസിപ്റ്റ് ആനന്ദിനെ കാണിച്ചു കൊടുക്കുന്നു. അത് തന്റെ അക്കൗണ്ട് നമ്പർ തന്നെയാണെന്ന് ആനന്ദ് സമ്മതിക്കുന്നു. അന്ന് താൻ ATM-ൽ പോയിരുന്നുവെന്നും പൈസ വിഡ്രോ ചെയ്തിരുന്നുവെന്നും ആനന്ദ് സമ്മതിക്കുന്നു. അത് ഗാന്ധിനഗർ ATM ആണെന്നും ആനന്ദ് പറയുന്നു. അന്ന് ATM-ൽ നിന്ന് പൈസ എടുത്തതിന് ശേഷം എങ്ങോട്ടേക്കാണ് പോയതെന്ന് സാരഥി ചോദിക്കുന്നു. അതിനുശേഷം താൻ അച്ഛനുമായി ഹോസ്പിറ്റലിൽ പോയി എന്ന് ആനന്ദ് പറയുന്നു. ഹോസ്പിറ്റലിൽ പോയി 1 മണിക്കൂറിന് ശേഷം തിരിച്ച് ഫൗണ്ടേഷനിലെത്തി. നന്ദിഗ്രാമിലുള്ള ഒരു മർഡർ സ്പോട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ATM സ്ലിപ്പ് കിട്ടിയതെന്ന് സാരഥി ആനന്ദിനോട് പറയുന്നു. ആനന്ദ് ഞെട്ടുന്നുണ്ട്. മർഡർ സ്പോട്ടിൽ നിന്ന് ATM സ്ലിപ്പ് കിട്ടിയാൽ ഞാനാണോ കൊലയാളിയാവുന്നതെന്ന് ആനന്ദ് ചോദിക്കുന്നു. എന്റെ അച്ഛൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോയറാണ്. അദ്ദേഹത്തിന് 8 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു. അന്നു മുതൽ എന്റെ ഡെയിലി ലൈഫ് അദ്ദേഹത്തിന്റെ കൂടെയും ഫൗണ്ടേഷനിലും ഒക്കെ ആയിട്ടാണ്. ബാക്കി സമയം ഞാൻ ക്ലാസ്സിലുമായിരിക്കും. തന്നെ മനഃപൂർവ്വം ഈ കൊലക്കേസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് പോലെ ആനന്ദ് സംസാരിക്കുന്നു. ആനന്ദ് അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാൻ പോകുന്നു. ബൃന്ദ ഈ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്, ഞങ്ങളൊരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലാണെന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം ACP അങ്ങോട്ടേക്ക് വരുന്നു. അദ്ദേഹം ആനന്ദിനോട് പൊക്കോളാൻ പറയുന്നു. ആനന്ദ് അവിടുന്ന് പോകാൻ പോകുന്നു. പക്ഷെ ഈ സമയം ബൃന്ദ അവിടെ ഇരിക്കുന്ന കുറച്ച് ഫോട്ടോസുമായി ആനന്ദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇതിൽ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ആനന്ദ് ആരെയും അറിയില്ല എന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ബൃന്ദ അവനോട് പറയുന്നു. ആനന്ദ് അവിടുന്ന് പോകുന്നു. ACP ഇതൊക്കെ എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. ആനന്ദിനെ കണ്ടിട്ട് ഒരു കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല എന്ന് സഹപ്രവർത്തകർ ബൃന്ദയോട് പറയുന്നു. പക്ഷേ ബൃന്ദ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കയ്യിൽ കിട്ടിയ ക്ലൂ ഒഴിവാക്കി മറ്റൊരു രീതിയിൽ അന്വേഷിക്കണമെന്നാണോ പറയുന്നതെന്ന് ബൃന്ദ ചോദിക്കുന്നു. അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആനന്ദിനെ സംശയിക്കണമെന്ന് ഞാൻ പറയുന്നത്. ബൃന്ദ അങ്ങനെ ആനന്ദിനെ വിട്ടുകളയാൻ തയ്യാറായിട്ടില്ല. അവൾ ആനന്ദിന്റെ വീടിന്റെ പുറത്തെത്തിയിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ആനന്ദ് ഒരു കാറിൽ ഗേറ്റ് കടന്നു പോകുന്നത് അവൾ കാണുന്നു. അവൾ അയാളെ ഫോളോ ചെയ്യുന്നു. രാപ്പകലില്ലാതെ അവൾ അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിന്റെ ഓഫീസിൽ കയറി അവൾ ലാപ്ടോപ്പിൽ നോക്കുന്നുണ്ട്. ആനന്ദിന്റെ കാറിൽ അവൾ ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്യുന്നു. അടുത്ത സീൻ ബൃന്ദയുടെ അനിയത്തി അന്ന് ആ പാർട്ടിയിൽ വെച്ച് കണ്ട പയ്യനുമായി സംസാരിക്കുകയാണ്. അവൾ അവനുമായി റിലേഷനിലായെന്ന് തോന്നുന്നു. ഈ സമയം ബൃന്ദ പുറത്ത് കഥയിൽ വന്ന് തട്ടുന്നു. നീ ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടല്ലോ എന്ന് ബൃന്ദ ചോദിക്കുന്നു. ഞാൻ സ്കൂളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നീ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോകാറില്ലെന്നാണല്ലോ അറിഞ്ഞതെന്ന് ബൃന്ദ ചോദിക്കുന്നു. ഇത് കേട്ട് അന്തിക്ക് ആ ദേഷ്യമാവുകയാണ്. രാത്രി ആനന്ദ് എഴുതിയ ഒരു ബുക്ക് അവൾ വായിക്കുകയാണ്. പിറ്റേ ദിവസം സാരഥി ഓഫീസിലിരിക്കുകയാണ്. പെട്ടെന്നാണ് സാരഥിക്ക് എന്തോന്ന് കത്തുന്നത്. സാരഥി തനിക്ക് തോന്നിയ കാര്യം കൂടെയുള്ള ആളോട് പറയുന്നു. കില്ലർ എപ്പോഴും തന്റെ വിക്ടിമിനെ വെള്ളത്തിലാണ് ഉപേക്ഷിക്കുന്നത്. അതായത് ഈ വിക്ടിംസിന്റെ എല്ലാം വീടിന്റെ അടുത്ത് നിന്ന് കില്ലർ അവരെ തട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് അവിടെ അടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ആ റിച്വൽസ് ഒക്കെ ചെയ്ത് അവരെ കൊന്നുകളയുന്നു. എന്നിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിൽ കൊണ്ടുപോയി ആ ബോഡി ഉപേക്ഷിക്കുന്നു. എല്ലാ കേസിലും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അബ്ദുള്ളയുടെ ബോഡി അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള നന്ദിഗ്രാം ലേക്കിലായിരിക്കും ഉപേക്ഷിച്ചിട്ടുണ്ടാവുക എന്ന് സാരഥി പറയുന്നു. ഈ സമയം ബൃന്ദ ആനന്ദിന്റെ വീടിന്റെ പുറത്ത് തന്നെയാണ്. അവൾ ആനന്ദിന്റെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. ബൃന്ദ ആനന്ദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളിൽ നിന്ന് അറിയാനുണ്ടെന്ന് ബൃന്ദ പറയുന്നു. എങ്കിൽ ഞാനിപ്പോൾ കോളേജിലേക്കാണ് പോകുന്നത്. ബൃന്ദയും വന്നോളാൻ ആനന്ദ് അവളോട് പറയുന്നു. ബൃന്ദ അവനെ കുറിച്ച് കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 10 വർഷം മുമ്പേ ആനന്ദും ഫാദറും ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു സ്റ്റഡീസ് ഒക്കെ. പക്ഷെ പെട്ടെന്ന് ഫാദറിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. അതെന്താണെന്ന് അവൾ ചോദിക്കുന്നു. എന്റെ അച്ഛന്റെ നേറ്റീവ് പ്ലേസ് ആണിത്. അദ്ദേഹം എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്ന് ആനന്ദ് പറയുന്നു. പക്ഷെ ബൃന്ദ വീണ്ടും നിങ്ങളുടെ അച്ഛൻ വലിയൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഒരുപാട് പൈസ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഒട്ടും ചാരിറ്റി പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല. അതുകൂടാതെ 2003-ൽ നിങ്ങളുടെ അച്ഛൻ ഒരു മൈത്രി ചാരിറ്റി ക്ലബിനെതിരെ ഒരു കേസും വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സഡനായി ഇങ്ങനൊരു ചാരിറ്റി പ്രവർത്തനം
എന്തിനാണ് ഇതൊക്കെയെന്ന് വൃന്ദ ചോദിക്കുന്നു. എന്റെ അച്ഛൻ കരിയർ മൊത്തം പണത്തിന്റെ പുറകെയായിരുന്നു. ഒരുപാട് തെറ്റായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരു പോയിന്റിൽ താൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാവും. അദ്ദേഹം പാരലൈസ്ഡ് ആയപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ ഗിൽറ്റ് ഞാൻ കണ്ടുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫൗണ്ടേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ആനന്ദ് പറയുന്നു. അടുത്ത സീൻ, സാരഥി സംശയം പറഞ്ഞ ആ ലേക്കിൽ അവർ എത്തിയിരിക്കുകയാണ്. അബ്ദുളിന്റെ മൃതദേഹം ഇവിടെ കാണുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. സാരഥിയും കുറച്ചു പേരും ആ ലേക്ക് മുഴുവൻ തപ്പാൻ പോവുകയാണ്. ഈ സമയം കില്ലറുള്ള പോലീസ് സ്റ്റേഷൻ. അയാളെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവർ പൈസ എടുക്കുന്നുണ്ട്. നമ്മുടെ കില്ലറുടെ കയ്യിൽ നിന്നും പൈസ എടുക്കാനായി ആ കോൺസ്റ്റബിൾ വരുന്നു. തന്റെ കയ്യിലുള്ള ഒരു സഞ്ചിയിൽ നിന്ന് 1 രൂപ എടുത്ത് അവൻ കൊടുക്കുന്നു. ദേഷ്യം വന്ന പോലീസ് അവന്റെ ബാഗ് പിടിച്ചു വാങ്ങുന്നു. അതിൽ നിന്നും അവർക്ക് ആ മാസ്ക് കിട്ടുന്നു. കില്ലർ തന്റെ വിക്ടിമിൽ വെക്കാറുള്ള ആ മാസ്ക്. ഒരു പെട്ടിയിൽ നിന്നും ഒരു കത്തിയും കിട്ടുന്നു. കില്ലർ വിക്ടിമിനെ മൊട്ടയടിക്കാറുള്ള കത്തിയാണ്. കൂട്ടത്തിൽ ഒരു പക്ഷിയുടെ കളിപ്പാട്ടവും ഉണ്ട്. അപ്പോഴാണ് ആ സഞ്ചിയിൽ നിന്നും കില്ലറുടെ ആ ബൊമ്മ പോലീസുകാരനെ എടുക്കുന്നു. അത് കണ്ടതും കില്ലർ അത് ചിഹ്നയാണെന്ന് പറഞ്ഞ് അത് മേടിക്കാനായി വരുന്നു. പക്ഷേ പോലീസ് അവനത് കൊടുക്കുന്നില്ല. പക്ഷേ അവൻ അതിനായി ബലം പിടിക്കുന്നു. അവനെ അവർ തള്ളി മാറ്റുന്നു. അവനാകെ വയലന്റ് ആവുകയാണ്. ഈ ഒരു സീനോടെ ബൃന്ദയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.